ഹലോ എവരിവൺ, വെൽക്കം ടു SPS. നമ്മൾ ഇന്ന് സ്ട്രോക്ക് സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ് പോകുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹെമറേജ് സ്ട്രോക്കിനെ കുറിച്ചാണ്. എന്താണ് ഹെമറേജ് സ്ട്രോക്ക്? രക്തക്കൊഴൽ പൊട്ടിയിട്ടുണ്ടാകുന്ന സ്ട്രോക്കാണ് ഹെമറേജ് സ്ട്രോക്ക്. പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് വേഗം നോക്കാം. അതിലൊന്ന് പ്രഷറാണ്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പ്രഷർ കൂടിയിട്ട് നമുക്ക് രക്തക്കൊഴൽ പൊട്ടി നമുക്ക് കേൾക്കാറുണ്ട്, കോമൺലി കേൾക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക ഡീപ്പസ്റ്റ് സ്ട്രക്ചേഴ്സിലാണ്. ബേസിൽ ഗാംഗ്ലിയ, പുട്ടാമൻ, തലാമസ് ഇത്തരത്തിലുള്ള ഡീപ്പസ്റ്റ് സ്ട്രക്ചേഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. മിഡിൽ സെറിബ്രൽ ആർട്ടറിയിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അത് ലെൻഡിക്കുലോ സ്ട്രയാറ്റിക് വെസൽസിലാണ് ഈ ഭാഗങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് തിങ്, സെറിബ്രോ അമൈലോയിഡ് ആൻജിയോപ്പതി. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന് പറയുകയാണ് ബീറ്റ അമൈലോയിഡ് പ്രോട്ടീൻ എന്നാ പറയാം. ഇതെന്ത് ചെയ്യും? രക്തക്കുഴലിലെ വെസൽസിന് തിന്നിങ് ആക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? തിന്നായി കഴിഞ്ഞാൽ രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഈ പ്രശ്നം വരാം. ഇനി കുട്ടികളാണെങ്കിൽ AV മാൽഫോർമേഷൻ ആണ് വരിക. എന്താണ് AV മാൽഫോർമേഷൻ? രക്തങ്ങൾ, അത് വെയിനും ആർട്ടറിയും, ശുദ്ധരക്തവും അശുദ്ധ രക്തവും കൊണ്ടുപോകുന്ന വെസൽസിൻ്റെ ഇടയിൽ ഒരു മെഷ് പോലെ ഭാഗം ഉണ്ടാവും. അതിന് നമ്മുടെ ആട്രോവീനസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ മാൽഫോർമേഷൻ വരിക. അതായത് ഈ ഒരു മെഷ് ഇല്ലാതെ ഡയറക്റ്റ് കണക്റ്റഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രഷറോണും ഇവിടെ റപ്ചർ സംഭവിച്ചേക്കാം. ദെൻ എഗെയിൻ നമ്മൾ ആന്റി കൊയാഗുലന്റ് ആയിട്ടില്ല, അതായത് നമുക്ക് രക്തം കട്ട പിടിക്കാതെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, ആന്റി കൊയാഗുലന്റ് യൂസ് ചെയ്യുന്ന ആളുകൾ, അതായത് ഹെപ്പാരിൻ വാൽപാരിൻ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളും ഈ വെസൽസ് തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതിലും റപ്ചർ ആവാനുള്ള കോസസ് വളരെ കൂടുതലാണ്. പിന്നീട് ഉണ്ടാകുന്ന ഒരു ചെറിയ കോസ് ഇൻഫെക്ഷൻ വന്നാൽ വരാം. പിന്നെ കൊക്കെയിൻ പോലെ, പിന്നെ ട്രമാറ്റിക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് രക്തക്കൊഴൽ പൊട്ടിയിട്ട് നമുക്കിത് വരാം. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.